ജീവിതയാത്രക്ക് വേഗത കൂടുകയും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ബന്ധങ്ങൾ ശിഥിലമായതും അടുത്ത ബന്ധുക്കൾ പോലും അപരിചിതമായതും സ്വാഭാവികം മാത്രം. എന്നാൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക എന്ന ഗൗരവമാർന്ന വിഷയത്തിലേക്ക് വെളിച്ചം വീശാവുന്ന കൈത്തരികളാണ് കുടുംബമേളകൾ. അതിനു പുറമെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. മൺമറഞ്ഞുപോയ ഇത്തരം മഹൽ വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണിത്. എറക്കോടൻ പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജിക്ക് 7 മക്കളാണുണ്ടായിരുന്നത്. അതിൽ മൂത്ത മകൻ മൊയ്തീന്റെ മൂത്ത മകനാണ് ഇസ്മാലുട്ടി. മാനോടുകയിലായിരുന്നു താമസം. അരയങ്കോട് മേലെ മങ്ങണ്ടത്തിൽ ആലിയുടെ മകൾ ഉമ്മാച്ചക്കുട്ടിയാണ് ഭാര്യ. 6 മക്കളുണ്ടായിരുന്നു. അതിലെ മൂത്ത മകനാണ് മൊയ്തീൻ ഹാജി കുന്നത്തുചാലിൽ. വിച്യാക്ക എന്ന പേരിൽ വിളിക്കപ്പെട്ടു. വളരെ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ എത്ര ദേഷ്യപ്പെട്ടു വരുന്നവനെയും സമാധാനിപ്പിക്കാൻ കഴിവുള്ള അസാമാന്യ വ്യക്തിത്വം. ഭാര്യമാർ നഫീസയും ആയിഷബിയും. അതിൽ നഫീസ മരണപ്പെട്ടു. അവർക്ക് 6 മക്കളാണുള്ളത്. ഇസ്മാലിട്ടിയുടെ 2ാമത്തെ മകളാണ് ഉമ്മയ്യ ഉമ്മ മഠത്തിൽ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മഠത്തിൽ മുഹമ്മദ് ഹാജിയുടെ സഹധർമ്മിണി. എറക്കോടൻ കുടുംബത്തിനെയും കട്ടയാടൻ കുടുംബത്തിനെയും ബന്ധിപ്പിച്ച കണ്ണി. 10 മക്കളാണുള്ളത്. അതിൽ 2ാമത്തെ മകൾ ഉമ്മാച്ച മരണപ്പെട്ടു. അവരുടെ ഭർത്താവ് എറക്കോടൻ കൂട്ടക്കടവത്ത് ഉസ്സൻകുട്ടി ഹാജി. അവർക്ക് 8 മക്കളാണുള്ളത്. ഇസ്മാലുട്ടിയുടെ 3ാമത്തെ മകനാണ് ആലി ഹാജി മാനോടുകയിൽ. ആലിയാക്ക എന്ന പേരിൽ വിളിക്കപ്പെട്ടു. പള്ളി, മദ്രസ തുടങ്ങിയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിത്വം. ദേശീയ ചിന്താധാരയുടെ ഭാഗമായിരുന്നു. ഭാര്യമാർ കുഞ്ഞിരുമ്മ, ഖദീജ. അവർക്ക് 8 മക്കളാണുള്ളത്. ഇസ്മാലിട്ടിയുടെ 4ാമത്തെ മകനാണ് അഹമ്മദ് മാനോടുകയിൽ. അഹമ്മദ് കാക്ക എന്ന പേരിൽ വിളിക്കപ്പെട്ടു. ഭാര്യമാർ ഫാത്തിമ, ആയിഷക്കുട്ടി, ഖദീജ. അവർക്ക് 10 മക്കളാണുള്ളത്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK അബ്ദുറഹ്മാൻ അളിയനും മരുമകനുമാണ്. അഹമ്മദ് കാക്കിയുടെ ഇസ്മാലുട്ടി എന്ന മൂത്ത മകൻ ഇന്ന് നമ്മോടൊപ്പമില്ല. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ വളരെ താല്പര്യം കാണിച്ച ആളായിരുന്നു ഇസ്മാലുട്ടി എന്ന ബാപ്പുട്ടി. വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ് മേഖലയിൽ ഇടപെട്ടു. കോഴിക്കോട്, കൊടുവള്ളി എന്നീ സ്ഥലങ്ങളിൽ ബിസിനസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. ഇസ്മാലുട്ടിയുടെ 5ാമത്തെ മകൾ ചേക്കുമ്മയുടെ മകൻ അമീർ കരിപ്പാലിന്റെ ഭാര്യ ഖദീജ ഇന്ന് നമ്മോടൊപ്പമില്ല. കഴിഞ്ഞ കുടുംബ സംഗമത്തിലെ നിറസാന്നിധ്യമായിരുന്നു അവർ. കുടുംബത്തിലെ എല്ലാവരുമായും സ്നേഹവും ബന്ധവും നിലനിർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു. കരിപ്പാൽ കുടുംബത്തിലെ കുടുംബനാഥ എന്ന നിലയിൽ ജീവിച്ചു. അവർക്ക് 2 മക്കളാണുള്ളത്. പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജിയുടെ മൂത്ത മകൻ മൊയ്തീന്റെ 2ാമത്തെ മകനാണ് ചെറിയ മോയിൻ ഹാജി. പൈസ വല്യാപ്പ എന്ന ഓമനപ്പേരിൽ വിളിച്ചിരുന്നു. അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. വലിയവനോടും ചെറിയവനോടും തുല്യത പുലർത്തിയ അപാര വ്യക്തിത്വം. മികച്ച കർഷകൻ. സരസമായ വാക്കുകളിലൂടെ എല്ലാവരെയും സ്നേഹിച്ച വ്യക്തിത്വം. ഭാര്യമാർ ഖദീജയും ഉമ്മയ്യക്കുട്ടിയും. അതിൽ ഖദീജ മരണപ്പെട്ടു. അവർക്ക് 9 മക്കളാണുള്ളത്. മൂത്ത മകൻ ഓളിക്കൽ മുഹമ്മദ് പഴയകാല രാഷ്ട്രീയ പ്രവർത്തകൻ. അരയങ്കോട് മഹല്ല്, പള്ളി, മദ്രസ തുടങ്ങിയവയുടെ കാർമ്മികത്വം വഹിച്ച വ്യക്തിത്വം. അരയങ്കോടിന്റെ വികസന കാര്യങ്ങളിൽ മുമ്പിൽ നിന്ന വ്യക്തിത്വം. മുഹമ്മദിന്റെ ഭാര്യ സൈനബ. അവർക്ക് 8 മക്കളാണുള്ളത്. ചെറിയ മോയിൻ ഹാജിയുടെ 6ാമത്തെ മകളാണ് പാത്തുമ്മ. കുടുംബ ബന്ധങ്ങൾ വളരെയധികം താല്പര്യത്തോടെ ഊട്ടിയുറപ്പിച്ച വ്യക്തിത്വം. അരയങ്കോടിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ കാര്യമായ സംഭാവന ചെയ്ത മർഹൂം മൂസ മൗലവിയായിരുന്നു ഭർത്താവ്. അവർക്ക് 5 മക്കളാണുള്ളത്. പത്തായത്തിങ്ങലെ മൂത്ത മകൻ മൊയ്തീന്റെ 3ാമത്തെ മകനാണ് അഹമ്മദ് കുട്ടി. ഭാര്യമാർ എറക്കോടൻ പത്തായത്തിങ്ങൽ കലന്തന്റെ മകൾ പാത്തോമ്മ, ഈയാത്തു. ചെറുപ്പാടത്തിൽ വെല്ലിമ്മ എന്ന് അറിയപ്പെടുന്നു. താത്തൂർ മഹല്ല് കാരണവർ. നാട്ടു മധ്യസ്ഥൻ. കൂട്ടക്കളവത്തായിരുന്നു താമസം. അവർക്ക് 5 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകൾ ഉമ്മയ്യ മരണപ്പെട്ടു. അഹമ്മദ് കുട്ടിയുടെ 3ാമത്തെ മകനാണ് ഉസ്സൻകുട്ടി ഹാജി. ആപ്പി എന്ന പേരിൽ വിളിക്കപ്പെട്ടു. താത്തൂർ മഹല്ല് പ്രസിഡന്റ്. താത്തൂർ ഷുഹദ ആണ്ട് നേർച്ചയിലെ സജീവ സാന്നിധ്യം. കുടുംബത്തിലെ ആരുടെയും എന്ത് പ്രശ്നങ്ങൾക്കും നിസ്വാർത്ഥമായി പരിഹാരം കാണുന്ന വ്യക്തിത്വം. ഭാര്യമാർ ഉമ്മാച്ചയും ആമിനയും. അതിൽ ഉമ്മാച്ച മരണപ്പെട്ടു. അവർക്ക് 16 മക്കളാണുള്ളത്. ഇളയ മകളായ ഫാത്തിമ ഷരീഫ മോളി ഈ അടുത്തിടെയാണ് മരണപ്പെട്ടത്. പത്തായത്തിങ്ങലെ മൂത്ത മകൻ മൊയ്തീന്റെ 4ാമത്തെ മകനാണ് ആലി ഹാജി. അർലയിലായിരുന്നു താമസം. കൂളിമാട് മഹല്ല് പള്ളിയുടെ പ്രഥമ പ്രസിഡന്റ്, നാട്ടു മധ്യസ്ഥൻ, കൃഷിക്കാരൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പാത്തോമയായിരുന്നു. അവർക്ക് 5 മക്കളാണുണ്ടായിരുന്നു. അതിൽ 2ാമത്തെ മകനാണ് മൊയ്തീൻ ഹാജി അറളയിൽ. മികച്ച കർഷകൻ, കരാറുകാരൻ, ദീനീ കാര്യങ്ങളിൽ ശ്രദ്ധാലു. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വാഹനങ്ങൾ ഉപയോഗിച്ച കുടുംബത്തിലെ വ്യക്തി. അവരുടെ ഭാര്യയാണ് കുഞ്ഞാമിന. അവർക്ക് 5 മക്കളാണുള്ളത്.
അതിൽ മൂത്ത മകൻ ഖാലിദിന്റെ മകൾ ദിയ ഇന്ന് നമ്മോടൊപ്പമില്ല. ദിയയുടെ സ്മരണയിലുള്ള ഓഡിറ്റോറിയത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയത്. ആലി ഹാജിയുടെ 5ാമത്തെ മകൾ പാത്തുമുട്ടിയുടെ 2ാമത്തെ മകൻ സുൽഫീഖർ അലി പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പമില്ല. പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജിയുടെ മൂത്ത മകനായ മൊയ്തീന്റെ 5ാമത്തെ മകൾ ഉമ്മയ്യയും മരണപ്പെട്ടു. അവരുടെ ഭർത്താവ് വലിയ മുക്കത്ത് ബീരാൻകുട്ടി ഹാജിയായിരുന്നു. പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജിയുടെ 2ാമത്തെ മകനാണ് ഉണ്ണിക്കുട്ടി അലി. അവരുടെ ഭാര്യ പറപ്പൂർ പറമ്പോടൻ കുട്ടിരായൻ മകൾ പാത്തുമുട്ടിയായിരുന്നു. അവർക്ക് 6 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത മകൻ ചെറിയ മോയിൻ പത്തായത്തിങ്ങൽ ഉണ്ണിയൻകുട്ടിയുടെ മകൾ ഉമ്മയായിരുന്നു ചെറിയ മോയിന്റെ ഭാര്യ. അവരുടെ 5ാമത്തെ മകൾ ആയിഷക്കുട്ടി മരണപ്പെട്ടു. കീഴുപറമ്പ് CH അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകൻ അബ്ദുസലാമായിരുന്നു ആയിഷക്കുട്ടിയുടെ ഭർത്താവ്. ഉണ്ണിക്കുട്ടിയാലിയുടെ 2ാമത്തെ മകനാണ് എറക്കോടൻ കുട്ടിരായി. അവരുടെ ഭാര്യ അലീമ ഓമാനൂർ സ്വദേശിയായിരുന്നു. അവർക്ക് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2ാമത്തെ മകൻ അബു, അതായത് വലിയ അബു, KSRTC ഡ്രൈവറായിരുന്നു. കൂളിമാടിലെ ആദ്യകാല ഡ്രൈവർമാരിൽപ്പെട്ടയാളാണ്. അവർക്ക് 5 മക്കളാണുള്ളത്. ഉണ്ണിക്കുട്ടിയാലിയുടെ 3ാമത്തെ മകളാണ് പാത്തുമ്മ. അമ്പലപ്പറ്റായിരുന്നു താമസം. എറക്കോടൻ തിരുത്തിയിൽ കോമോയിന്റെ മകൻ അഹമ്മദ് കുട്ടിയാണ് ഭർത്താവ്. അവർക്ക് 11 മക്കളാണുള്ളത്. അതിൽ 1ാമത്തെ മകൾ പാത്തുമ്മ, 2 മുഹമ്മദ്, 3 മൂസ, 4 ഇബ്രാഹിം, 5 ബിയ്യക്കുട്ടി എന്നിവരും നമ്മെ വിട്ടുപിരിഞ്ഞവരാണ്. ഉണ്ണിക്കുട്ടിയാലിയുടെ 4ാമത്തെ മകളാണ് ആമിന. ആക്കോടായിരുന്നു താമസം. എറക്കോടൻ മോയിൻകുട്ടി ഹാജിയുടെ 5ാമത്തെ മകൾ ഉണ്ണിയയുടെ മകൻ മൊയ്തീനാണ് ഭർത്താവ്. അവർക്ക് 9 മക്കളാണുള്ളത്. ഉണ്ണിക്കുട്ടിയാലിയുടെ 4ാമത്തെ മകളാണ് ആയിഷക്കുട്ടി പാലത്തിങ്ങൽ. വാഴക്കാട് പരപ്പത്ത് പാലത്തിങ്ങൽ അഹമ്മദ് കുട്ടിയാണ് ഭർത്താവ്. അവർക്ക് 5 മക്കളാണുള്ളത്. ഉണ്ണിക്കുട്ടിയാലിയുടെ 5ാമത്തെ മകനാണ് മുഹമ്മദ്. എറക്കോട്ടായിരുന്നു താമസം. ഭാര്യ മപ്രം എറക്കോടൻ ചെറുകുലത്ത് കണ്ണഞ്ചേരി ആമിന. അവർക്ക് 7 മക്കളാണുള്ളത്. അതിൽ 7ാമത്തെ മകൾ ഖദീജ കുഞ്ഞാൾ എന്ന് വിളിച്ചിരുന്നവൾ 20ാം വയസ്സിൽ തന്നെ മരണപ്പെട്ടു. പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജിയുടെ 3ാമത്തെ മകൻ കലന്തനാണ്. അവർക്ക് ഒരേ ഒരു മകളാണ് ഉണ്ടായിരുന്നത്, പാത്തോമ്മ. അവരും ഇന്ന് നമ്മോടൊപ്പമില്ല. മോയിൻകുട്ടി ഹാജിയുടെ 4ാമത്തെ മകനാണ് ഉണ്ണിയൻകുട്ടി. അദ്ദേഹത്തിന്റെ ഭാര്യ കൊടിയത്തൂർ കൊളായി കുഞ്ഞിമൊയ്തീന്റെ മകൾ ഇത്തയ്യയാണ്. അവർക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മോയിൻ കൊളായി മോയിൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വാഴക്കാട് മാളിയേക്കൽ അഹമ്മദ് കുട്ടിയാജിയുടെ മകൾ ഫാത്തിമയാണ് മോയിന്റെ ഭാര്യ. അവർക്ക് 9 മക്കളാണുള്ളത്. ഉണ്ണിയൻകുട്ടിയുടെ 2ാമത്തെ മകൾ ഉമ്മയ്യ തായ്ക്കോട്ടും ഇന്ന് നമ്മോടൊപ്പമില്ല. മോയിൻകുട്ടി ഹാജിയുടെ പെൺമക്കളായ ഉണ്ണിയ ആക്കോട്, പാത്തുമ്മ നീറാട്, ഉണ്ണിയാത്തുമ്മ ചെറുവാടി എന്നിവരാണ്. ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ഇവരുടെ ഖബറിടം സർവശക്തൻ വിശാലമാക്കട്ടെ. അവരെയും നമ്മെയും സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. 2018 ശേഷമുള്ള വർഷങ്ങൾ പ്രളയമായും കോവിഡായും നമ്മിൽ നിന്ന് കടന്നുപോയപ്പോൾ അതിനിടയിലൂടെ നമ്മുടെ ചില വേണ്ടപ്പെട്ടവരെ റബ്ബ് അവനിലേക്ക് തിരിച്ചു വിളിച്ചു. അവരെല്ലാം പോയപ്പോഴുണ്ടായ ശൂന്യത ഇപ്പോഴും നികന്നിട്ടില്ല. കഴിഞ്ഞ നമ്മുടെ സംഗമത്തിന്റെ നിറസാന്നിധ്യങ്ങളായ അവർ ഒരുക്കിത്തന്ന തണലിലൂടെ, വഴികളിലൂടെ തളരാതെ മുന്നോട്ട് പോകാൻ നമുക്ക്. അവരെ ഓർക്കാതെ പൂർണ്ണമാകില്ല നമ്മുടെ കൂടിച്ചേരൽ.
ഇതിൽ കുടുംബകാരണവന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, ആങ്ങള പെങ്ങന്മാർ, ഇളം പ്രായത്തിലുള്ളവർ, തുടർച്ചയായ വർഷങ്ങളിൽ നമ്മെ വിട്ടുപോയ ജ്യേഷ്ഠാനുജന്മാർ, അങ്ങനെ പലരുമുണ്ട്. നാഥ, ഞങ്ങൾക്ക് ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവിന് നൽകണമേ. അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ആമീൻ. പിന്നെ ഈ മരിച്ചുപോയ ഈ ആൾക്കാർക്ക്, നമ്മളെ വാപ്പമാർക്കും അതുപോലെ നമ്മളെ അമ്മായിമാർക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ലത്തീഫ് അളിനെ ക്ഷണിച്ചു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل بلغ مثل ما قرأنا بعد القبول منا قبل حضر نبينا وشفيعنا وحبيبنا مصطفى محمد صلى الله عليه وسلم، ثم إلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم بأقم جاهنا استغفرنا وسهل أمورنا ويسر مرادنا واشف أمراض مرضانا واهدنا نقضي حوائجنا وقضي حاجاتنا. ثم إلى أرواح آبائنا وأمهاتنا وإخواننا وأخواتنا ويا أرواحهم ومات منا يا أرحم الراحمين. اللهم اجعل قبورنا وقبورهم روضات من رياض الجنان ولا تجعل قبورنا وقبورهم حفرا من ناران. اللهم انس وحشتهم وامن روعتهم ونفس كربتهم ونذر محلتهم ورفع درجتهم وكلنا ولملينا بنا فيها. اللهم ان كانوا معيسنا فسيئاتهم وإن كان محسنا فاعف عن سيئاتنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.